ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ 3 പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 2 ലെഗ് പീസും ഒരു ചെസ്റ്റ് പീസും. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വരയിട്ട് കൊടുക്കാം, നമ്മുടെ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഞാനിവിടെ ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എല്ലാ ചിക്കൻ്റെ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. അപ്പോൾ ഞാൻ ലെമൺ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മുളക് എത്താൻ വേണ്ടിയിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ മസാലകളൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3-4 ടേബിൾ സ്പൂണ് തൈരാണ്. വെള്ളമില്ലാത്ത തൈര് വേണം നമ്മളിതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ കെട്ടിയിട്ടാൽ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിപ്പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം, കാരണം ഞാൻ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ബിരിയാണി മസാല. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഉള്ളി മാത്രം കരിഞ്ഞ് വരും. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തൈര് എന്തായാലും വെള്ളമില്ലാത്ത തൈരായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല ലൂസ് പോലെ ആവും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കളർ പൗഡർ ആഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കന് വരയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് നല്ലോണം നമ്മൾ ഈ മസാല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കനും നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ ഓരോ പീസ് ചിക്കൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒരു സൈഡ് തന്നെ വേവിച്ചെടുക്കാം. ശേഷം നമ്മൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും വേവിച്ചെടുക്കാം. ആ സൈഡ് വേവിച്ചെടുക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടോപ്പ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പ് ഇറങ്ങിയിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് 5 മിനിറ്റിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഒരു ചിക്കന്. അപ്പം ഒരു ഭാഗം കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം. അപ്പോൾ ഈ സൈഡും 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞാൻ മൂടി വെക്കാണ്. പിന്നെ ശേഷം നമുക്കൊരു 5-6 മിനിറ്റ് ഇങ്ങനെ വേവിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷന് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കുഞ്ഞു ചാനലിൽ ഒരുപാട് റെസിപ്പികളുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത ഫുഡിൻ്റെ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തന്തൂരി ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ തന്തൂരി ചിക്കൻ, നല്ല സൂപ്പർ ടേസ്റ്റ്. നമുക്കിനി പുറത്തൊന്നും ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കിതൊന്നും ഇപ്പോൾ കഴിക്കാനായില്ല. അപ്പോൾ നമ്മൾ ചിക്കന് വാങ്ങുക, ഇതേ മസാലക്കൂട്ടൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പീസായ നമ്മുടെ ചെസ്റ്റ് പീസും കൂടി നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. നമ്മൾ എല്ലാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ സ്മോക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് പീസും കൂടി ഞാനിവിടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ 3 പീസും ഞാനിവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചാർക്കോളിൽ കണൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പുക പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്മോക്ക് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കരുത്, കാരണം സൂപ്പർ ടേസ്റ്റാണ്. അതേപോലെ നമ്മുടെ എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒരു ചെസ്റ്റ് പീസ് പോയി, അത് എൻ്റെ ബ്രദർ എടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.